തല്ലുന്നതിന് പകരം ഇതിനൊരു പരിഹാരം കാണണം. നമുക്കൊന്നും അറിയാൻ വയ്യാത്ത ആളൊന്നും അല്ലല്ലോ ഗിരി. അവന് തന്നെ കെട്ടിച്ചോള്. അതിനിപ്പോ എന്തോ കുഴപ്പം? ഗിരി എവിടെ പോയെന്ന് നിനക്കറിയാം. നിന്നോട് പറയാതെ അവരെങ്ങും പോവില്ല. എന്റെ ലീലേച്ചി ഗിരിയേട്ടൻ എവിടെ പോയെന്നോ എന്തിനു പോയെന്നോ എനിക്കറിയില്ല. നമ്മൾ സംശയിച്ച പോലെ തന്നെ അവർ ഒരുമിച്ച് പോയതാന്നാ തോന്നുന്നത്. ഗിരിയപ്പ പാർവതിയെ പോലീസ് കൊണ്ടുവരണുണ്ട്. എന്ത് മുതലാളി വരുന്നുണ്ട് പോലീസ് പൊക്കിയതാ. ശശിയേട്ടാ വേഗം നടക്കടാ. നേരെ വേണം ഇങ്ങോട്ട്. ഗിരി, ശശിയേട്ടാ, പത്മനാഭ സാറേ, മകളെ സേഫായിട്ട് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. എന്ത് സ്വർണ്ണ മെഡൽ കിട്ടിയിട്ട് എന്താ കാര്യം? സ്വഭാവം നന്നാവണ്ടേ? കൂടെ നിന്ന് ചതിക്കുന്നോടാ. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നേക്ക്, നീ ഒന്നും പറയണ്ടടാ. നിന്റെ ഒരു വാക്കും എനിക്ക് കേൾക്കണ്ട. ഒന്നുമില്ല. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കിയിട്ട് നിനക്കിനി എന്താടി പറയാനുള്ളത്? വെട്ടി അറിഞ്ഞ് പൊട്ടിക്കിട്ട് കൊടുക്കും. ഞാൻ പറയുന്നേക്ക്, അവളെ തല്ലാൻ നിൽക്കരുത്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നേക്ക്. നിൽക്കണം. ഞാൻ പറയുന്നൊന്ന് കേൾക്കമ്മ. അമ്മ എന്നോട് പൊറുക്കണം. ശരിക്കും എന്താ കാര്യം ഞാൻ പറയാം. പാറു തെറ്റൊന്നും ചെയ്തിട്ടില്ല. അമ്മ ഞാൻ പറഞ്ഞോട്ടെ അമ്മ. ഇത്രയും വലിയ ചതി ചെയ്തിട്ട് എന്റെ കാല് പിടിക്കുന്നോടാ. നിന്റെ അമ്മയുടെ ചോര തന്നെയാ നിന്റെ ജനപ്പിലും. അതുകൊണ്ടാ നിന്നെ നിന്റെ കുടുംബത്തെ സംരക്ഷിച്ചു പിടിച്ച എന്നെ എന്റെ കുടുംബത്തെ നീ ചതിച്ചത്. ഗിരീട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വെറുതെ ഉപദ്രവിക്കരുത്. അച്ഛൻ ഞാൻ പറയുന്നത് കേക്ക് പ്ലീസ്. പറയട്ടെ.
ഇങ്ങോട്ട് ഓടി. അമ്മാവ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. നീയും തെറ്റ് ചെയ്തിട്ടില്ല, ഇവനും തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ആരടി തെറ്റ് ചെയ്തേ? ഞങ്ങളാണോ? ആദ്യം ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ, എന്നിട്ട് നിനക്കുള്ള തരാം. അതുവരെ നീ മിണ്ടരുത്. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. കേട്ടാ മതിയാവും. നിന്നോട് മിണ്ടായിരിക്കല്ലേ പറഞ്ഞേ? അവളെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോ. അച്ഛാ, ഞാൻ പറയാം. അച്ഛാ, ഇത് പറയട്ടെ, അച്ഛാ. അമ്മ വിട് വിട് അമ്മാവ ദേവി ഇത് ഞാൻ പറയുന്നത് കേൾക്കണം. അമ്മാവ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ. അമ്മ എത്ര വേണമെങ്കിലും ഒരു തല്ലിക്കോ, പക്ഷെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ പറയുന്ന സത്യ. പാറു ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മാവ. തെറ്റിയത് ഞാനാ. പാറു നിരപരാധിയാ. അമ്മാവ പപ്പേട്ട വിട്. ഇനി അവനെ ഒന്നും ചെയ്യണ്ട. അപ്പേട്ടാ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അവരെ തല്ലുന്നതുകൊണ്ട് എന്താ പ്രയോജനം? തല്ലുന്നതിന് പകരം ഇതിനൊരു പരിഹാരം കാണണം. നമുക്കൊന്നും അറിയാൻ വയ്യാത്ത ആളൊന്നുമല്ലല്ലോ ഗിരി. അവന് തന്നെ കെട്ടിച്ചോട്. അതിനിപ്പോ എന്തോ കുഴപ്പം? രണ്ടുപേരും കുട്ടിക്കാലം മുതലേ പരസ്പരം അറിയുന്നവരാ. അവർക്കൊരു അബദ്ധം പറ്റി. അതിന്റെ പേരിൽ ഇനി അവരെ തല്ലുകയാണോ വേണ്ടത്? ഗിരിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നല്ലേ ഉള്ളൂ. അതില്ലെങ്കിൽ എന്താ, ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവും തന്റെ ഇടമൊക്കെ ഉണ്ടല്ലോ. സ്വന്തമായിട്ട് വരുമാനവും ഉണ്ട്. ഇവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഈ കല്യാണം അങ്ങ് നടത്തിക്കൂടെ? സ്നേഹിക്കുന്നവർ തമ്മിൽ ഒരുമിച്ചാണ് ജീവിക്കേണ്ടതെന്ന് അപ്പേട്ട പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ.